ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 3-ാം വാരം തിങ്കൾ. നാം വായിച്ചു കേൾക്കുന്നത് മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് യേശു പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന് പറയുന്ന നിയമജ്ഞരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് യേശു പറയുന്നുണ്ട്, സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ സാധിക്കുക? അന്തഛിദ്രമുള്ള രാജ്യവും നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു കാലത്ത് ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. എന്നാൽ പിന്നീടത് തകർന്ന് തരിപ്പണമാക്കപ്പെട്ടു. കാരണം അവിടെ ഉള്ളിൽ തന്നെ ഭിന്നിപ്പുണ്ടായി, അഴിമതി ഉണ്ടായി, മൂല്യങ്ങളെല്ലാം ചോർന്നുപോയി. പിന്നെ അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക, പരിശുദ്ധാത്മാവിനെതിരായും ദൈവത്തിനെതിരായും ദൂഷണം പറയുന്നവനും ദൈവത്തെ നിരാകരിക്കുന്നവരുടെ ജീവിതത്തിലും തകർച്ചകൾ കടന്നുകൂടും. നമുക്ക് പൂർണ്ണമായി ദൈവകരുണയിൽ ആശ്രയിക്കാം, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കാം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.